ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് മുമ്പിൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നമ്മൾ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡേ മൈ ലൈഫ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് ചിലപ്പം ഈ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഡേ മൈ ലൈഫ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്നത് വരെ ഉറങ്ങി എഴുന്നേക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കണം. നമ്മളൊരു ദിവസം തുടങ്ങുന്നതിന്. പക്ഷേ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ്, പള്ളിയിലൊക്കെ വന്ന് വീട്ടിൽ ഇരുന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളത് ഇങ്ങനെ മൈൻഡിലൂടെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ പോയല്ലോ. ഇന്ന് കുറെ പ്രത്യേകതകളുള്ള ദിവസമാണ്, ഒരു സൺഡേ ആണ്. എല്ലാ സൺഡേസും ഇങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇന്ന് നമ്മൾ ചെറിയൊരു ഹോളി പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദറും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എല്ലാ ദിവസങ്ങളെക്കാളും ചെറിയ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സംഭവിക്കാം എന്നാണ് വിശ്വസിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. Let's go! അപ്പോൾ ഗൈസ്, നമ്മൾ പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ അമ്മ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. അമ്മ എന്താണ് പറയുന്നത്? എന്റെ സഹായം അമ്മയ്ക്ക് വേണ്ടി വരുമോ? ഇല്ല ഒന്നും വേണ്ട. ഞാൻ വീഡിയോക്ക് വേണ്ടി പറയുന്നതാണോ? വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, അങ്ങനെയാണല്ലോ. ആൻമോൾ ഇവിടെ ഓൾറെഡി റെഡിയാണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും അവിടെ പോയി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട്. അമ്മ ഡൈ ചെയ്യാൻ പോവുകയാണ്. അത് അമ്മ ഒളിപ്പിച്ച് വെക്കുകയാണ്. പക്ഷെ മുടി നരയ്ക്കുന്നതെന്ന് പറയുന്നത് മുടി നരയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരു നാണക്കേട് ആരും വിചാരിക്കാൻ പാടില്ല. കാരണം അതെന്ന് പറയുന്നത് ഒരു മഹത്വത്തിന്റെ കിരീടമായി എല്ലാവരും കാണുക. അപ്പൊ എന്തായാലും എല്ലാവരും റെഡിയാണ്. നമ്മൾ പോകാൻ പോവാണ്. രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല, കാരണം അവിടെ നിന്നാണ് നമുക്ക് ഫുഡെല്ലാം. രാവിലെ തന്നെ പോകാൻ പറഞ്ഞതാണ്, പക്ഷെ പള്ളിയിൽ നിന്ന് വന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. ആൻമോൾ അമ്മയ്ക്ക് ഡൈ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ചേച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഹെൽമെറ്റ് ഇതാണ് ശരിക്കുള്ള വെളുപ്പ്, ഇതാ അധ്വാനം. തന്നെ കളിയാക്കുന്നു അമ്മ, ഞാൻ വെളുത്താണ്. നമ്മളിവിടെ വീട്ടിലെത്തി. ഇവിടെ എല്ലാരും നിറയെ ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. നല്ല സൂപ്പർ ചിക്കൻ സ്റ്റ്യൂവും ഇടിയപ്പം. നമ്മുടെ നാട്ടിൽ ഇടിയപ്പം എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും ഭയങ്കര ടേസ്റ്റുള്ള അടിപൊളി സൂപ്പർ. സാനുങ്കള് ആഫ്രിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണിത്? റോബർട്ട്സൺ വീറ്റ് വൈനറി. എന്താണ് ഇതിന്റെ പ്രത്യേകത? നാച്ചുറൽ സ്വീറ്റ് റെഡ്. എന്തെങ്കിലും എന്നിട്ട് ഇവിടെ ഇതിനകത്ത് ടാപ്പുണ്ട്. അങ്ങനെ ടാപ്പെടുത്ത് ഇങ്ങനെ വയ്ക്കണം. എങ്ങനെയുണ്ടെന്ന് പറയണം. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ കുറച്ചു നേരം ഒന്നും ഉണ്ടായിരിക്കും പ്ലീസ്. അപ്പൊ ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ ഒരു പ്ലാൻ എല്ലാവരും ഇടുന്നതാണ്. ഇവരെയൊക്കെ കുറെ നാൾ കഴിഞ്ഞാണ് നമ്മൾ കാണുന്നത്. ഹോളി ഇവിടെ ആഘോഷിക്കാന്ന് പറയാണ്. അപ്പൊ എത്ര പേരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എത്ര പേരാണ് റിപ്പോർട്ട് അടിക്കുന്നത് നമുക്ക് അറിയത്തില്ല. എത്ര പേരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്?
എന്ത് റിപ്പോർട്ടാണോ നിങ്ങൾ അടിക്കുന്നത്? അപ്പൊ ഇവരെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് ആക്കാൻ പോകും. ഇവിടെ എല്ലാരും ഉണ്ട് ഇങ്ങനെ ഹോളിയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി. എല്ലാരും നല്ല ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. കുറെ നാള് കൂടി കാണുന്നത് കൊണ്ട് ഞാനും നല്ല പുതിയ ഡ്രസ്സാണ് ഇട്ടിട്ട് വന്നത്. ഹോളി ആഘോഷിക്കണമെങ്കിൽ വൈറ്റ് ഇടണം എന്നാണ്. അപ്പൊ വൈറ്റ് 1 2 3 4 5 6 വൈറ്റ് ഇടാത്ത ആരും കേറ്റരുത്, അങ്ങനെയാണ്. അപ്പൊ എന്നെ നമുക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ട്. എന്റെ വ്ളോഗ് കാരണം ആർക്കും ഇവിടെ അനങ്ങാൻ പറ്റാതെ. വെജ് ചിക്കൻ, ഇത് ചിക്കൻ അല്ലേ? അല്ല, എന്റെ ഹൃദയം ഒന്ന് വെജ് എന്ന് കേട്ടപ്പോ പിടഞ്ഞായിരുന്നു. ഫ്രൈഡ് റൈസ്, നല്ല ചിക്കൻ കറി, പപ്പടം, സാലഡ് എന്ന് നമ്മൾ പറയും, ചില ആൾക്കാർ സർലാസ് എന്ന് പറയും. പിന്നെ നല്ല ഫ്രൈഡ് ചിക്കൻ. लड़के तो मार ही देती होगी तू दिन में। छत्तीस फिरते हैं मेरे वर्गी और न होने तू मुंडा देसी है मैं गंदगी ना तो के तेरे दुखड़े मैनू काला चश्मा मैनू काला चश्मा എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തൊക്കെയോ വീഡിയോ എടുത്തു. ഇനിയിപ്പം അടുത്ത് നമ്മള് ഒരു ഹോളി പാർട്ടിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞില്ല, ആ ഒരു സമയത്ത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഈ ഒരു ഹോളി സെലിബ്രേറ്റ് ചെയ്താലോ എന്നുള്ളത്. കാരണം കുറെ നാളുകൾക്ക് ശേഷം എല്ലാവരും മീറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് അടുത്തൊരു ഹോളി സെക്ഷനിലോട്ട് പോവാണ്. നമ്മൾ റിയൽ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ എല്ലാരും തയ്യാറായിട്ടുണ്ട്. ഫുൾ ക്രൂ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഇനി എന്തായാലും നമുക്ക് എവിടെ കാണാനാണ് ശേഷം കാഴ്ചയിൽ
നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫിനിഷ് ആയിരിക്കുകയാണ് ഗൈസ്. ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫാണോ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരുവിധം എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ടയർഡാണ്. എൻ്റെയൊക്കെ കോലം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ചാപ്റ്റർ പിള്ളേരെ പോലെയായി. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ടയേർഡായി. ഓരോരുത്തരുടെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ ചേട്ടൻ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അമ്മയ്ക്കൊരു വഴിയായി. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല വിശപ്പുണ്ട്. ഇത്രയും നേരം മണിക്കൂറുകളോളം ഞങ്ങൾ അതിനുള്ളിൽ നിന്ന് തകർത്ത് വാരി. അപ്പോൾ ഇനി വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കുക. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ലുലു മോളുടെ ഓപ്പോസിറ്റ് ഉള്ള തന്നെ ഒരു ഷോപ്പിലാണ് വന്നിട്ടുള്ള ക്യാപിറ്റൽ മന്തി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് മന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഫെജോനെ കണ്ട ഹാപ്പിനെസ് ആണ് എല്ലാവരും. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക, ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങണം. ബോധമില്ലാതെ കിടന്നുറങ്ങണം. അങ്ങനെയാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമ്മൾ ബായ് പറയുകയാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്. ഇത് കഴിഞ്ഞ ഞാൻ ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ എടുക്കാനുള്ള അവധിയില്ല, ശേഷിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ ബൈ.